നമസ്കാരം. ഇന്ന് 2025 ജനുവരി 19 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ തൊഴിൽ വിപണിയിലെ നിയമലംഘനങ്ങൾ തടയുന്നതിനായി ജനുവരി 11 മുതൽ 17 വരെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി 850 പരിശോധനകൾ നടത്തി. ഇതിൽ 11 പേരെ കസ്റ്റഡിയിലെടുക്കുകയും 150 നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തു. 813 നേരിട്ടുള്ള സന്ദർശനങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് 37 സംയുക്ത ക്യാമ്പയിനുകളുമാണ് സംഘടിപ്പിച്ചത്. ക്യാപിറ്റൽ ഗവർണറേറ്റിൽ 18, സദേൺ ഗവർണറേറ്റിൽ 10, നോർത്തേൺ ഗവർണറേറ്റിൽ 7, മുഹറക്കിൽ 2 എന്നിങ്ങനെയാണ് പരിശോധനകൾ നടന്നത്. ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ ഇതിൽ പങ്കാളികളായി. തൊഴിൽ വിപണിയുടെ സുസ്ഥിരത തകർക്കുന്ന നിയമലംഘനങ്ങൾക്കെതിരെ പരിശോധനകൾ തുടരുമെന്ന് അതോറിറ്റി അറിയിച്ചു. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈനിൽ വിശ്വ ഹിന്ദി ദിവസ് വർണ്ണശബളമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഹിന്ദി വകുപ്പ് സംഘടിപ്പിച്ച വിവിധ ഇന്റർ സ്കൂൾ മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെയായാണ് ചടങ്ങ് നടന്നത്. ഏഷ്യൻ സ്കൂൾ, ന്യൂ മില്ലേനിയം സ്കൂൾ, ഇബ്നു അൽ ഹൈതം സ്കൂൾ തുടങ്ങി നിരവധി CBSE സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഹിന്ദി ഭാഷയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നാടോടി നൃത്തങ്ങളും ദേശഭക്തി ഗാനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. ഡെൽമ മാത്യു, പ്രത്യുഷ ഡെ, അൽറിക് കാലൻ ദന്തി, സാഞ്ചി മൗലിക് കുമാർ, ഇദ്രീസ് ഫക്രുദ്ദീൻ, നിയ ഖദീജ, കീർത്തി ക്രിസ്റ്റിൻ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വകുപ്പ് മേധാവി ബാബു ഖാന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരും വിദ്യാർത്ഥി പ്രതിനിധികളും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ സീറോ മലബാർ സൊസൈറ്റി അഥവാ സിംസിന്റെ ലേഡീസ് വിങ്ങിന്റെയും ചിൽഡ്രൻസ് വിങ്ങിന്റെയും പ്രവർത്തനോദ്ഘാടനം സിംസ് ഗുഡ്വിൻ ഹാളിൽ വച്ച് നടന്നു. ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ജെൻസൺ ലേഡീസ് വിങ്ങിന്റെയും സിനി ആർട്ടിസ്റ്റ് ജയ മേനോൻ ചിൽഡ്രൻസ് വിങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പോർഷെ ബഹ്റൈൻ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് ജേതാവായ ജയ മേനോനെ ചടങ്ങിൽ ആദരിച്ചു. സിംസ് പ്രസിഡന്റ് PT ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെൽസൺ വർഗീസ് സ്വാഗതം പറഞ്ഞു. ഭാരവാഹികളായ സ്റ്റെഫി മരിയ അരുൺ, മേരി ജെയിംസ്, ഷാർവിൻ ഷൈജു, ജെയിൻ ലൈജു എന്നിവർ പ്രവർത്തന രേഖ അവതരിപ്പിച്ചു. ജിമ്മി ജോസഫ്, ജോബി ജോസഫ്, ജെയിംസ് ജോൺ എന്നിവർ ആശംസകൾ നേർന്നു. ജിൻസി ലിയോൺസ് നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സുനു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് സമിതിയും സിംസ് ബോർഡ് ഓഫ് ഡയറക്ടർമാരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. പ്രിറ്റി റോയ്, ജെന്നിഫർ ജീവൻ എന്നിവർ അവതാരകരായിരുന്നു. തലശ്ശേരി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്റർ 2026-27 വർഷത്തേക്കുള്ള പുതിയ നിർവാഹക സമിതിയെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള വാർഷിക പൊതുയോഗം മനാമ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ചാപ്റ്റർ പ്രസിഡന്റ് VP അബ്ദുൾ റസാഖ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാലിക്കണ്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TCA മുസ്തഫ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഉസ്താദ് സജ്ജാദ് ബിൻ അബ്ദുൾ റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. TMCA പ്രസിഡന്റ് VP ഷംസുദ്ദീൻ, ഹസീബ് അബ്ദുറഹ്മാൻ, ലത്തീഫ് CM എന്നിവർ ആശംസകൾ അർപ്പിച്ചു. CK ഹാരിസ്, ഇർഷാദ് ബംഗ്ലാവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ നിസാർ ഉസ്മാൻ നന്ദി പറഞ്ഞു. CH റഷീദ് ഉൾപ്പെടെയുള്ളവർ പരിപാടികൾ നിയന്ത്രിച്ചു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ബഹ്റൈൻ പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. റിഫ ദിശ സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് സുബൈർ MM അധ്യക്ഷത വഹിച്ചു. സംഘടനയെ കൂടുതൽ ജനകീയമാക്കാനുള്ള കർമ്മപദ്ധതികൾ ജനറൽ സെക്രട്ടറി മുഹമ്മദ് മുഹ്യുദ്ദീൻ വിശദീകരിച്ചു. സഹായ സേവന മേഖലകളിൽ സംഘടന മികച്ച മുന്നേറ്റം നടത്തിയതായി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് സയ്യിദ് റംദാൻ നദ്വി പറഞ്ഞു. കേന്ദ്ര സമിതി അംഗം യൂനുസ് സലീം ക്ലാസിന് നേതൃത്വം നൽകി. അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും ഗഫൂർ മൂക്കുതല ഗാനാലാപനവും നിർവഹിച്ചു. ജമാൽ നദ്വി, ഫാത്തിമ M, അജ്മൽ ഷറഫുദ്ദീൻ, AM ഷാനവാസ്, അബ്ദുൽ ജലീൽ VK എന്നിവർ സംസാരിച്ചു. PP അബ്ദുൽ ഷരീഫ് സമാപനം നിർവഹിച്ചു.
ബഹ്റിനിലെ പത്തനംതിട്ട വാഴമുട്ടം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് വാഴമുട്ടം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ സൽമാനിയ ഇന്ത്യൻ ഡിലൈറ്റ് റെസ്റ്റോറന്റിൽ വെച്ച് സംഘടിപ്പിച്ചു. രക്ഷാധികാരി ഇടിക്കുള ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം മുഖ്യാതിഥിയായിരുന്നു. അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും ബഹ്റൈൻ ധ്വനി ഓർക്കസ്ട്രയുടെ ഗാനമേളയും ആഘോഷങ്ങൾക്ക് മിഴിവേകി. യോഗത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും 2026 പ്രവർത്തന രൂപരേഖ ചർച്ച ചെയ്യുകയും ചെയ്തു. പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ഫെബ്രുവരി ആദ്യവാരത്തിൽ നടക്കും. ഷിബു ചെറിയാൻ, ജിജോ ജോർജ്, ബിജു പാപ്പച്ചൻ, അനന്തു വിജയൻ, സന്തോഷ് ഡാനിയേൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷിജു ചെറിയാൻ സ്വാഗതവും എബി ഡാനിയേൽ നന്ദിയും പറഞ്ഞു. ഭക്ഷണപ്രേമികളുടെ കൂട്ടായ്മയായ ബഹ്റിൻ ഫുഡ് ലവേഴ്സ് സംഘടിപ്പിച്ച ഓൺലൈൻ ക്രിസ്തുമസ് കേക്ക് കോമ്പറ്റീഷൻ വിജയികൾക്കുള്ള സമ്മാനദാനവും മെമ്പേഴ്സ് ഒത്തുകൂടലും ബുദൈബിയ അന്തലുസ് ഗാർഡനിൽ നടന്നു. മത്സരത്തിൽ സൂര്യ രാജേഷ് 1ാം സമ്മാനം നേടി. സലീന റാഫി 2ാം സ്ഥാനവും രമണി മാരാർ, നസ്രീൻ എന്നിവർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ലുലു ഗ്രൂപ്പ് ഷെഫ് സുരേഷ് നായർ, സിജി ബിനു എന്നിവരായിരുന്നു വിധികർത്താക്കൾ. അഡ്മിന്മാരായ ഷജിൽ ആലക്കൽ, വിഷ്ണു സോമൻ, രശ്മി അനൂപ്, നിമ്മി റോഷൻ, സീർഷ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. അഡ്മിൻ ശ്രീജിത്ത് ഫറോക്ക് നന്ദി രേഖപ്പെടുത്തി. In the heart of Bahrain, where every story matters, one source keeps you informed, inspired and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.